ഇടതുപക്ഷത്തിന് ഒന്നേ ഉള്ളുവെങ്കിൽ ആ ഒന്നിന്റെ ശബ്ദമുയർന്നു. എന്നെ ഇവരുടെ ആരുടെയും ശബ്ദം ഉയരാതിരുന്നത്? പ്രതിപക്ഷത്തിനോട്, UDF-നോട്, മുസ്ലിം ലീഗിനോട്, കോൺഗ്രസിനോട് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, ഞങ്ങൾ ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ശബ്ദം ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ 18 പേരുണ്ടായിരുന്നു, നിങ്ങൾ എന്താ മിണ്ടാതിരുന്നത്? നിങ്ങളെന്താ ശബ്ദം ഉണ്ടാക്കാതിരുന്നത്? എന്തുകൊണ്ട് ശബ്ദമുണ്ടാക്കിയില്ല? മുഖ്യമന്ത്രി ചോദിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ MP-മാരോട്. ഡൽഹിക്ക് ഒരേ കാര്യത്തിനാണ് അവരെ പറഞ്ഞു വിട്ടത്, ഫാസിസത്തിനെതിരായിട്ട്, സംഘപരിവാറിനെതിരായിട്ട് ശബ്ദമുയർത്താൻ വേണ്ടി. പക്ഷേ നിങ്ങളുടെ 18 പേർ എന്തുകൊണ്ട് ശബ്ദമുയർത്തിയില്ല? പ്രതിപക്ഷം കേൾക്കേണ്ട, സാധാരണ കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് വയനാട്ടിൽ വെച്ച് ചോദിച്ചത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് ആനി രാജയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്താണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചോദിച്ചത്. കേൾക്കേണ്ട ചോദ്യങ്ങളാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇടതുപക്ഷത്തിന് ഒന്നേ ഉള്ളുവെങ്കിൽ ആ ഒന്നിന്റെ ശബ്ദമുയർന്നു. എന്നെ ഇവരുടെ ആരുടെയും ശബ്ദം ഉയരാതിരുന്നത്? ഇത് നമ്മുടെ അനുഭവമല്ലേ? കേരളത്തിന്റെ ശബ്ദം ആളുകൾ ആഗ്രഹിക്കുന്നില്ലേ? ഇത്തരം ഘട്ടങ്ങളിലല്ലേ കേരളത്തിന്റെ ശബ്ദം അതിശക്തമായി പാർലമെന്റിൽ ഉയരാറുള്ളത്? ഉയർന്നില്ലാലോ. ഒരാൾ മാത്രം ശബ്ദമിട്ടാൽ എത്രയധികം ശബ്ദം ഉണ്ടാവും നമുക്കറിയാലോ. എന്നാൽ അതിന്റെ കൂടെ കുറെ പേര് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വല്ലാത്ത ശബ്ദമായി അത് മാറില്ലേ? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മുടെ ശുദ്ധ മനസ്സുകൊണ്ട് അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടി എന്ന് നമ്മൾ കണക്കാക്കുന്നു. ആ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് കണക്കാക്കി ഇടതുപക്ഷത്തിന് ഒരു വിരോധവും ഇല്ലാതെ തന്നെ അവരെ വിജയിപ്പിക്കാനുള്ള നിലപാട് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നമ്മുടെ വോട്ടർമാർ സ്വീകരിച്ചു. ഒരുപാട് സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ വല്ലാത്ത കുറ്റബോധത്തോടെയാണ് ഈ നിലപാട് സ്വീകരിച്ചവർ അതിനെ നോക്കിക്കണ്ടത്. ഞങ്ങൾ ഇങ്ങനെയൊരു നിലപാട് എടുത്തത് കൊണ്ടാണല്ലോ ഈ ഒരു അവസ്ഥ ഉണ്ടായത് എന്ന കുറ്റബോധം. എന്തെല്ലാം കാര്യങ്ങൾ പാർലമെന്റില് NIA-യുടെ നിയമം അത് ഭേദഗതി ചെയ്യുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചു. NIA ഭേദഗതി ബിൽ. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? എല്ലാവർക്കും അറിയാം ലക്ഷ്യം എന്താണ്. ചില വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്തായിരുന്നു, അതിനുവേണ്ടി ശക്തിപ്പെടുത്തുകയായിരുന്നു. എന്ത് ചെയ്തു? BJP കൈ കൊടുക്കുമല്ലോ. ആ കൈയുടെ കൂടെ മറ്റൊരു കൂട്ടരുടെ കൈ ഉയർന്നു. ആരുടെ കൈ? കോൺഗ്രസിന്റെ കൈ. BJP-യും കോൺഗ്രസും ആ ബില്ലിനെ പിന്താങ്ങി. എന്താ ലക്ഷ്യം? എന്താ വ്യത്യാസം? BJP സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് എന്ത് വ്യത്യാസം കോൺഗ്രസിന്? BJP-യുടെ ലക്ഷ്യം എല്ലാവർക്കും അറിയാലോ. ആ ലക്ഷ്യത്തോടൊപ്പം കോൺഗ്രസ് മണിയേരി മറ്റൊരു ബില്ല്, UAPA ബിൽ. ആ ബില്ല് വല്ലാത്ത ബില്ലാണെന്ന് എല്ലാവർക്കും അറിയാം. കുറ്റം ചാർത്തിയാൽ പ്രോസിക്യൂഷൻ അല്ല കുറ്റം ചെയ്തു തെളിയിക്കുന്നത്. നിരപരാധിയാണെന്ന് കുറ്റം ചാർത്തപ്പെട്ടയാൾ തെളിയിക്കണം. വല്ലാത്തൊരു കരി നിയമം. അതിനെ കൂടുതൽ കരിയാക്കി. അതായിരുന്നു ആ UAPA ബിൽ. BJP മാത്രമാണ്
കോൺഗ്രസും അതിനെ അനുകൂലിച്ചു. ആരെയാണ് അവർക്ക് ലക്ഷ്യം വെക്കുന്നത്? അറിയാലോ എല്ലാവർക്കും. ഈ രാജ്യത്ത് അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ BJP-യോടൊപ്പം പൂർണ്ണ മനസ്സോടെ കോൺഗ്രസിന് ചേരാൻ കഴിഞ്ഞു? ഇവിടെ നമ്മുടെ ശുദ്ധ മനസ്സിൽ കോൺഗ്രസ് ഭരിക്കട്ടെ, അതുകൊണ്ട് ഇടതുപക്ഷം ഇല്ലെങ്കിലും അവർക്ക് സീറ്റ് കൂടട്ടെ എന്ന് ചിന്തിച്ച് വോട്ട് ചെയ്തവര് എത്ര വലിയ പശ്ചാത്താപത്തിലാണായത്. ഇതല്ലേ അനുഭവം? ഈ തിക്തമായ അനുഭവമാണ് നമുക്കുള്ളത്. ഇവിടെ തീരുന്നുണ്ടോ? ഭരണഘടനയൊക്കെ പിച്ച് ചീന്തുന്ന അനുഭവമില്ലേ? കിട്ടാവുന്ന ഘട്ടത്തിലൊക്കെ ഭരണഘടനയെ അവഹേളിക്കലല്ലേ? 370-ാം വകുപ്പ് റദ്ദ് ചെയ്ത് കാശ്മീർ വിഷയത്തിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച ആഭ്യന്തരമന്ത്രി ഒരു ദിവസം പെട്ടെന്ന് ഒരു കടലാസ് എടുത്ത് വായിക്കില്ലേ? പാർലമെന്ററി നടപടിക്രമം പോലും പാലിച്ചില്ല. സാധാരണ പാർലമെന്ററി നടപടിക്രമം അനുസരിച്ച് വരാൻ പോകുന്ന അജണ്ട അംഗങ്ങളെ അറിയിക്കുന്നു, തലേ ദിവസമെങ്കിലും അറിയിക്കുന്നു. ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് കടലാസ് എടുത്ത് വായിക്കുക. സംസ്ഥാനം വിഭജിക്കുന്നു, 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുന്നു. തങ്ങൾക്ക് തോന്നിയത് ചെയ്യുന്നില്ലേ? അതിനെ പിന്താങ്ങിയ എത്ര കോൺഗ്രസ്സുകാരുണ്ട്? കൈപൊക്കിയായിരിക്കില്ല. ശരിയായ നടപടിയായി എന്ന് പറഞ്ഞ എത്ര കോൺഗ്രസ്സുകാരുണ്ട്? ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം? ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. ആ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ നടപ്പാക്കില്ല എന്ന് കേരളം പറഞ്ഞു. നിയമസഭ പ്രമേയം പാസാക്കി. ആ ഘട്ടം കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മധ്യപ്രദേശ് നിയമസഭ, രാജസ്ഥാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നിയമസഭയായിരുന്നു. ഏതെല്ലാം നിയമസഭകളില് ഈ പ്രമേയം പാസാക്കി? ഈ പറയുന്നിടങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നിയമസഭകളിൽ ആ പ്രമേയം പാസാക്കിയോ? അതിന് മുൻകൈ എടുത്തോ? ഇപ്പോ ലോകമാകെ പൊതുശനത്തിലാണ്. ഐക്യരാഷ്ട്രസഭ അടക്കം ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ അതീവ ഗൗരവമായി വീക്ഷിക്കുന്നു, ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നു. അനേകം രാജ്യങ്ങൾ ഈ കാര്യത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. നമ്മുടെ ഇന്ത്യൻ വംശജർ താമസിക്കുന്ന അയൽപക്കങ്ങളുണ്ട്. ആ അയൽപക്കങ്ങളിലുള്ളവർക്ക് ഇത് ബാധകമല്ല. ഈ നിയമം അനുസരിച്ച് അവർക്ക് പൗരത്വമില്ല. മുസ്ലിങ്ങളായാൽ അവർക്ക് പൗരത്വമില്ല. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുകയാണ്. അതിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇന്ന് പ്രഖ്യാപനം വന്നു. 4 നാൾ മുൻപ് ഇത്തരം പ്രഖ്യാപനവുമായി കേന്ദ്ര ഗവൺമെന്റ് വന്നത്. കേരള ഗവൺമെന്റ് ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു,
ഇതിവിടെ നടപ്പാക്കില്ല. അതിനെ അപഹസിക്കാൻ ബി.ജെ.പിക്കും കോൺഗ്രസിനും ഒരേ സ്വരം. രാജ്യം ഒരു നിയമം പാസാക്കിയാൽ അതങ്ങനെ നടപ്പാക്കാതിരിക്കും എന്ന് ബി.ജെ.പി. അതേ ചോദ്യം കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിന്റെ നേതാക്കളിൽ നിന്നും ഉയരുന്നു. എന്താ ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഒരേ മനസ്സ് ഇക്കാര്യത്തിൽ? നേരത്തെ ഒന്നിച്ച് പ്രതിഷേധിച്ച കാര്യം ഞാൻ പറഞ്ഞു. ആ പ്രതിഷേധം വന്നതിന്റെ തൊട്ടു പിന്നാലെ അന്നത്തെ KPCC പ്രസിഡന്റ് പരസ്യമായി പ്രഖ്യാപിച്ചു, ഈ കാര്യത്തിൽ LDF-മായി ഒരു യോജിപ്പുമില്ല. എന്തുകൊണ്ട്? എന്തിന് LDF എന്ന് വിട്ടു നിൽക്കുന്നു? ഇത് LDF-ന്റെ ഒരു പ്രശ്നമാണ്. LDF-ൽ ഏതെങ്കിലും കക്ഷിയുടെ പ്രശ്നമാണോ? നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമല്ലേ? അനേക കോടി ജനങ്ങളുടെ പ്രശ്നമല്ലേ? എന്തേ ആ നിലക്ക് കോൺഗ്രസിന് കാണാൻ കഴിയാതിരുന്നത്? പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അതിനെ പരസ്യമായി KPCC പ്രസിഡന്റ് അന്ന് തള്ളിപ്പറയണമെങ്കിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ കൂടി അംഗീകാരം അതിനുണ്ടാവുമല്ലോ. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും അതേ നിലപാടല്ലേ സ്വീകരിച്ചു പോയത്.